Next we are going to the concepts of the prism. Prismathil namukku പഠിക്കാനുള്ളത് എന്താണ് ഒരു prism? Prismത്തിന്റെ ഡീവിയേഷന്റെ ഫോർമുല എന്താണ്? അതുപോലെ prismത്തിലെ മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? നമുക്ക് നോക്കി നോക്കാം. Prism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a solid body, a solid transparent body means ഗ്ലാസോ എന്തെങ്കിലും ആയിരിക്കണം. 3 rectangular surfaces and 2 triangular surfaces. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ, ബാക്കിലും ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇറ്റ് മേ ഹാവ് എ 2 triangular surface and it is connected just like this. Now it will form a, വരച്ചാൽ ശരിയാവില്ല, now it will form a prism. മനസ്സിലായോ? 2 ട്രയാങ്കുലർ സർഫസുകളും കണക്ട് ചെയ്യുന്ന 3 റെക്ടാങ്കുലർ സർഫസ്. ആംഗിൾ ഓഫ് പ്രിസം അടുത്ത വാക്ക്. ഈ ട്രയാങ്കുലർ സർഫസിൻ്റെ ടോപ്പ് ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രിസത്തിൻ്റെ ക്വാളിറ്റികൾ തീരുമാനിക്കുന്നത് എപ്പോഴും പ്രിസത്തിൻ്റെ എല്ലാ കാൽക്കുലേഷനും തീരുമാനിക്കുന്നത് ആംഗിൾ ഓഫ് പ്രിസത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ പ്രിസം വരയ്ക്കുമ്പോൾ വി വിൽ ഡ്രോ ജസ്റ്റ് ലൈക്ക് ദിസ് ഫ്രണ്ട് സർഫസ്. ലൈറ്റ് വന്ന് വീഴുന്നത് സൈഡിലുള്ള റെക്ടാങ്കുലർ സർഫസാണ്. ഇത് ഫ്രണ്ട് സൈഡിലുള്ള റെക്ടാങ്കുലർ സർഫസിലാണ് ലൈറ്റ് വന്ന് വീഴേണ്ടത്. ഇതാണ് ആംഗിൾ ഓഫ് പ്രിസം എ എന്ന് എഴുതും. If angle of prism equals 60, if the angle of prism is 60, അല്ലെങ്കിൽ all are equal, അങ്ങനെ പറയുന്നതാണ് നല്ലത്. If all the angles are equal or this triangle is a equilateral triangle, so it is called equilateral prism. നമ്മൾ ആ ട്രയാങ്കിൾ നോക്കിയിട്ട് പല പേരുകൾ അറിയപ്പെടുന്നു. ഇക്വിലാറ്ററൽ പ്രിസം if all the angles are same. അതിൻ്റെ മെച്ചം എങ്ങനെ വേണമെങ്കിൽ വെച്ചാലും കുഴപ്പമില്ല. Then we have the isosceles prism. Isosceles prism എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെ നിൽക്കുന്നു. ദിസ് ഈസ് ഓഫ് 90 ഡിഗ്രി ആൻഡ് ദിസ് ഈസ് ഓഫ് 45 ഈച്ച്. ഐസോസെലസ് പ്രിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഐസോസെലസ് പ്രിസം കൊണ്ട് നമ്മൾ ടോട്ടൽ റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള പലതരം പ്രിസങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, പല ആവശ്യങ്ങൾ. പിന്നെ തിൻ പ്രിസം ഉണ്ട്. തിൻ പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഓഫ് പ്രിസം ലെസ് ദാൻ 10 ഡിഗ്രി. അപ്പം ഇങ്ങനെ ഇരിക്കും, അത് ഇതാ ഇങ്ങനെ ഇരിക്കും. അതായത് ചെറിയ ബേസും ദെൻ ഇങ്ങനെ വരുമ്പോൾ ആംഗിൾ ഓഫ് പ്രിസം ഈസ് വെരി സ്ലൈറ്റ്. അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വ്യത്യാസമുണ്ട്. ആംഗിൾ ഓഫ് പ്രിസം മാറുന്നതനുസരിച്ച് പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ സാധാരണ പ്രിസം വലിയ കണ്ടീഷനൊന്നുമില്ല. ആംഗിൾ 60, 50, 40 ഓർഡിനറി പ്രിസംസിനെ കുറിച്ച് മാത്രം കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി പ്രിസത്തിലെ ലൈറ്റ് കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, പ്രിസത്തിലൂടെ കടന്നു പോകുന്ന വൈറ്റ് ലൈറ്റിൻ്റെ കാര്യം ഡിസ്പേർഷൻ, അത് ഇത് കഴിഞ്ഞിട്ട് പറയും. ഇപ്പം നമ്മൾ പറയുന്നത് ഒരു സിംഗിൾ ഫ്രീക്വൻസി കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്? ഇങ്ങനൊരു പ്രിസം എടുക്കുന്നു. ദിസ് ഈസ് ദി നോർമൽ ടു വൺ സൈഡ്. സപ്പോസ് ദി ലൈറ്റ് ഈസ് കമ്മിങ് വിത്ത് ആൻ ആംഗിൾ ഐ, നമുക്ക് I1 എന്ന് വിളിക്കാം. വിത്ത് ആൻ ആംഗിൾ I1. Instead of going straight, it slightly bends to this side. എയർ ഇന്ന് ഗ്ലാസ്സിലേക്ക് എടുക്കുമ്പോൾ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. ദിസ് ആംഗിൾ ഈസ് സേ R1. ഇവിടെ ഞാൻ നോർമൽ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടുത്തെ നോർമലും നോർമലി കൂട്ടിമുട്ടും. അത് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. ദെൻ ഈ നോർമലിൻ്റെ അവിടെ എത്തുമ്പോൾ ഇത് വീണ്ടും ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുന്നു. നേരെ പോകുന്നതിന് പകരം ഇറ്റ് ബെൻഡ്സ് ടുവേഴ്സ് ദി ബേസ്. ഇത് ബെൻഡ് ചെയ്യുന്നു. കാരണം ഇത് ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് കിടക്കുമ്പോൾ നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. ഇത് ഇത് ശരിക്കുള്ള വഴി അകന്നു പോകുന്നു. ഓക്കെ, 2 കാര്യം പഠിച്ചില്ലേ? അകത്തേക്ക് വരുമ്പോൾ നോർമലിൻ്റെ അടുത്തേക്ക് വരുന്നു, അകന്നു പോകുന്നു, അല്ലെങ്കിൽ ബേസിലേക്ക് വളഞ്ഞു വരുന്നു. ഇനി സാധാരണ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. പക്ഷേ ഫോർ കൺവീനിയൻസ് ബെറ്റർ ടു റൈറ്റ് ദിസ് ആംഗിൾ ആസ് ആംഗിൾ ഓഫ് I2 എന്ന് എഴുതുന്നു. ഇത് R2 എന്നാണ് എഴുതുന്നത് പ്രിസത്തിൻ്റെ കാര്യത്തിന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എയറിലും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ മീഡിയത്തിലും വന്നു കഴിഞ്ഞാലാണ് മ്യൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിലൊക്കെ μ1 2 2 1 എന്നൊക്കെ എഴുതാൻ നിൽക്കണം. ടു റൈറ്റ് ഇറ്റ് മ്യൂ, ഇൻസിഡൻറ്റ് ആംഗിൾ എയറിലും റിഫ്രാക്റ്റഡ് ആംഗിൾ ഗ്ലാസ് മീഡിയത്തിലുമാണെങ്കിൽ വി ക്യാൻ സിംപ്ലി റൈറ്റ് എസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എസ് μ അല്ലെങ്കിൽ n എന്നോ എഴുതാൻ പറ്റും. നേരത്തെ പഠിച്ചാണ് n12 എന്ന് എഴുതുന്നതും n തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഓർക്കുക, അതിലുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്. What will be the total deviation made by the prism? That is the first question.
അകത്ത് കയറിയ റേ ഇങ്ങോട്ട് പോകേണ്ടതായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ദിസ് വിൽ ബി ദി ഡീവിയേഷൻ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡീവിയേഷൻ സംഭവിക്കുന്നത് 2 സ്ഥലങ്ങളിൽ വെച്ചാണ് അല്ലേ? 2 എൻട്രികളിലും ഡീവിയേഷൻ നടക്കുന്നുണ്ട്. 2 ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുക, സിംപ്ലി ആഡ് ചെയ്യുക. ഇപ്പോൾ ഡീവിയേഷൻ നമുക്ക് ഈ ഫേസിനെ ഫേസ് എ ബി സി എന്ന് വിളിച്ചാൽ ഡീവിയേഷൻ അറ്റ് എസ് എ ബി, എ ബിയിൽ വെച്ചുണ്ടായ ഡീവിയേഷൻ എത്രയായിരിക്കും? ഡീവിയേഷൻ അറ്റ് എ ബി ആണ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഇറ്റ് ഡീവിയേറ്റ്സ് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ഇറ്റ് ഗോസ് ജസ്റ്റ് ലൈക്ക് ദിസ്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ഡീവിയേഷൻ അറ്റ് എ ബി ആസ്, നേരത്തെ ചെയ്യാറുണ്ടല്ലോ, എങ്ങനെയായിരിക്കും? ഇത് ഐ, ആറ് ചെറുതാണ്, അപ്പോൾ ഡീവിയേഷൻ വിൽ ബി I1 മൈനസ് R1. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീവിയേഷൻ ഓൺ ഫേസ് ബി സി ഈക്വൽസ്, ഡീവിയേഷൻ ഓൺ ഫേസ് ബി സി ഈക്വൽസ് എത്ര വരും? ഇവിടെ I2 ആണ് വലുത്. സോ വിൽ റൈറ്റ് ആസ് I2 മൈനസ് R2, I2 മൈനസ് R2. ഓക്കെ, വലുതും ചെറുത് കഴിക്കുക, അതാണ് ഡീവിയേഷൻ. വാട്ട് വിൽ ബി ദി ടോട്ടൽ ഡീവിയേഷൻ? ഫസ്റ്റ് ഡീവിയേഷൻ, ഡീവിയേഷൻ എ ബി പ്ലസ് ഡീവിയേഷൻ ഓഫ് ബി സി ഈക്വൽസ് I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2, or I can write as I1 plus I2 minus R1 minus R2. Okay, so this is the deviation. ചിലർ ഇങ്ങനെ എഴുതുന്നവരുണ്ട്, I1 plus I2 minus R1 plus R2 എന്ന് എഴുതാം. I1 plus I2 മൈനസ് ഓഫ് R1 plus R2 എന്ന് എഴുതുന്നവരും ഉണ്ട്. എങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. This will be the deviation produced by a prism. ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നമുക്കൊരു കാര്യം കൂടി കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ഈ R കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതിന് R എങ്ങനെയാണെന്ന് നോക്കിയൊക്കെ. ദിസ് വിൽ ബി എ സൈക്ലിക് ട്രയാങ്കിൾ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇത് പേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അവിടെ പേരിടുന്നത് അതേപോലെ തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ Q എന്ന് R എന്നാണ് ഇട്ടിരിക്കുന്നത് ടെക്സ്റ്റിൽ, അതന്നെ ഇടാം, Q എന്ന് R. ഇവിടെ N എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ BQR എന്ന് പറയുന്ന BQNR എന്ന് പറയുന്ന ആ സ്കെച്ച് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ആണ്. അപ്പോൾ ബിയും എന്നും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം? 180 കിട്ടണം. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് എ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 180 കിട്ടണം. അപ്പോൾ നമുക്ക് അതൊന്നും ഇവിടെ ചെയ്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോക്കിയൊക്കെ, ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഈക്വൽസ് 180. ഈ ട്രയാങ്കിളിലോ അപ്പോൾ ഇത് ഏതിലാണ്? ഇത് ഇൻ BQNR. ഇനി ഇൻ QNR എങ്ങനെയാണ് അവസ്ഥ? QNR ഈസ് എൻ ഓർഡിനറി ട്രയാങ്കിൾ. ഓർഡിനറി ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടി കൂട്ടി എത്ര കിട്ടണം? R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N കൂട്ടിയാൽ 180 കിട്ടണം. കമ്പയർ ചെയ്ത് നോക്കൂ. ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ N ഉണ്ട്, ഇവിടെ ആംഗിൾ N ഉണ്ട്. അപ്പോൾ R1 പ്ലസ് 2 ഈക്വൽസ് A അല്ലേ? R1 പ്ലസ് R2 ഇസ് സെയിം ആസ് A. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഡീവിയേഷൻ ഈക്വൽസ് I1 പ്ലസ് I2 മൈനസ് A. 2 ഇക്വേഷൻ കിട്ടി. ഒന്ന് ഡീവിയേഷൻ ഈക്വൽസ് I1 മൈനസ് I2 A, മറ്റൊന്ന് ആംഗിൾ ഓഫ് പ്രിസം ഈക്വൽസ് R1 പ്ലസ് R2. ആംഗിൾ ഓഫ് പ്രിസം നമുക്കറിയാം, അറിഞ്ഞു കഴിഞ്ഞാൽ R1 പ്ലസ് R2 കിട്ടും. R1 R2 ഒറ്റ കിട്ടാൻ ഇതിൽ എളുപ്പമല്ല. ഈ ആംഗിളും പുറത്തെ 2 ആംഗിളും നിങ്ങൾക്ക് അളന്നെടുക്കാം വളരെ എളുപ്പത്തിൽ. പ്രിസത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആംഗിൾ അളക്കാൻ അങ്ങോട്ട് പ്രൊട്ടക്ടർ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഡീവിയേഷൻ കാണാനായിട്ട് പുറത്തുള്ള 2 ആംഗിൾ മൈനസ് ആംഗിൾ ഓഫ് പ്രിസം. ഇപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട 2 ഇക്വേഷൻ. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് വി ആർ പാസിംഗ് ടു നെക്സ്റ്റ് കൺസെപ്റ്റ്. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് കോൾഡ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്ക് അളന്നെടുക്കുന്നു, ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. 2 ആംഗിളും കിട്ടി, I1 I2 കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ആംഗിൾ. ആൻഡ് സപ്പോസ് വി ആർ ഡ്രോയിങ് എ ഗ്രാഫ്. വി ആർ ഡ്രോയിങ് എ ഗ്രാഫ് വിത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഇവിടെ ആൻഡ് ഡീവിയേഷൻ ഇവിടെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ it is noticed that when the angle increases, angle of incidence കൂടുന്തോറും
ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. ചെറിയൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് വലിയൊരു ആംഗിൾ ഓഫ് ഡീവിയേഷനാണ്. ഒരു 30 ഡിഗ്രിയിൽ 30 കഴിഞ്ഞ് 32 ഡിഗ്രി 34 ഡിഗ്രി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഫൗണ്ട് ദാറ്റ് ദി ഗ്രാഫ് ഈസ് ഗോയിങ് ഡൗൺ. ബട്ട് സഡൻലി ഇറ്റ് റീച്ചസ് എ മിനിമം, ദെൻ ഇറ്റ് ഗോസ് ടു എബവ്. സിമെട്രിക് അല്ലാട്ടത്, വരയ്ക്കുമ്പോൾ സിമെട്രിക്കായിട്ടൊക്കെ വരച്ചാലും ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി സിമെട്രിക്കൽ വെൻ യു ആർ ഡൂയിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ what you are getting, when angle of incidence increases, first the deviation decreases and then it began to increase. That means for a particular value of angle of incidence, the deviation is minimum. For a particular value of angle of incidence, the angle of deviation is minimum. ബാക്കി എല്ലായിടത്തും നോക്ക് I1 I2 ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഡീവിയേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഡ്രോ ജസ്റ്റ് ലൈക്ക് ദിസ് വിൽ ബി ദി I1, ദിസ് വിൽ ബി ദി I2. പക്ഷേ ഇവിടെ I1 I2 ഇല്ല, ഒറ്റ വാല്യൂ ഉള്ളൂ I, വിച്ച് ഈസ് ഈക്വൽ ടു I1 ഓർ വിച്ച് ഈസ് ഈക്വൽ ടു I2. ആൻഡ് ദിസ് ഈസ് കോൾഡ് മിനിമം ഡീവിയേഷൻ D. ഇപ്പോൾ മിനിമം ഡീവിയേഷൻ വെച്ച് 2 കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കണം. 2 കൺസെപ്റ്റ്. ഒന്ന്, ഇറ്റ് ഈസ് ദി മിനിമം പോസിബിൾ ഡീവിയേഷൻ of a prism. If you draw a graph, that will be the minimum value. 2, at a minimum deviation I1 equals I2. At a minimum deviation I1 equals I2 or which is equal to I. Okay, I1 equal to I2 equals I. ഇവിടെ പറയുന്നു മിനിമം ഡീവിയേഷൻ. 2 കണ്ടീഷൻ പഠിച്ചോ? ഓക്കെ, ഇത് വെച്ച് നമുക്ക് ചെറിയൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്താണെന്നോ, നേരത്തെ നമ്മൾ പഠിച്ചു ഡീവിയേഷൻ ഈക്വൽസ് I1 പ്ലസ് I2 മൈനസ് എ. അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതാം, ഇക്വേഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒരു പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അറ്റ് മിനിമം ഡീവിയേഷൻ വി നോ ദി ഡീവിയേഷൻ ഈക്വൽസ്, അത് ഡെഫിനിഷൻ വേഗം എഴുതുക. We know the deviation equals I1 plus I2 minus a. At a minimum deviation, എന്താണ് കണ്ടീഷൻ? I1 equals I2 equals I. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊക്കെ മിനിമം ഡീവിയേഷൻ D equals I plus I minus a, or D equals 2I minus a. 2I equals D plus a. I equals D plus a by 2. വേറെ നമുക്കറിയാം R1 plus R2 equals a. മിനിമം ഡീവിയേഷനിൽ I1 equals I2 വരുമ്പോൾ R1 equals R2. I and R is related. രണ്ടറ്റത്ത് ഐകൾ ഈക്വൽ ആകണം, രണ്ടറ്റത്ത് ആറുകളും ഈക്വൽ ആകണം. സോ അറ്റ് മിനിമം ഡീവിയേഷൻ അറ്റ് D R plus R equals a. എന്താ കാരണം? R1 ഉം R2 ഉം ഒന്ന് തന്നെയാണ്. അങ്ങനെ എഴുതാം. അറ്റ് D ഇതേപോലെ തന്നെ R1 equals R2 equals R. Therefore A equals R plus R, A equals 2R, R equals A by 2. കഴിഞ്ഞു. mu equals sin I by sin R, or mu equals sin A plus D by 2 divided by sin A by 2. Sin A plus D by 2 by sin A by 2. മനസ്സിലായല്ലോ? ഓക്കെ, സോ ദിസ് ഈസ് എ പോപ്പുലർ ഇക്വേഷൻ ഫോർ ദി മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ ഓഫ് എ പ്രിസം. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുകൾ ഓർത്തിരിക്കണം കേട്ടോ. അതായത് അറ്റ് മിനിമം ഡീവിയേഷൻ I ഈക്വൽസ് സെയിം, R ഈസ് സെയിം. അപ്പോൾ പ്രിസിൽ എന്തൊക്കെ പഠിച്ചു? ഡീവിയേഷൻ്റെ ഇക്വേഷൻ I1 plus I2 minus a. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ ഇക്വേഷൻ R1 plus R2 equals a. മിനിമം ഡീവിയേഷൻ എന്താണ്? മിനിമം ഡീവിയേഷൻ സമയത്ത് I1 equals I2 ആണ്, R1 equals R2 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? ഇങ്ങനെയുള്ള 6 കാര്യങ്ങളാണ് ഇതിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, now come to the next topic, that is the dispersion.
ഡിസ്പേർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് ആർ മൂവിങ് വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്. ഒരു മീഡിയത്തിലൂടെ ഡിഫറെൻറ്റ് കളേഴ്സ് ഡിഫറെൻറ്റ് വെലോസിറ്റിയിലാണ് പോകുക എന്ന് പഠിച്ചിട്ടുണ്ട്. v = n ലാംഡ. ലാംഡ വേറെ ആകുമ്പോൾ വെലോസിറ്റിയും വേറെ ആയിക്കൊണ്ടിരിക്കും. മീഡിയത്തിൽ നിന്ന് മീഡിയത്തിലേക്ക് മാറുമ്പോഴും ലാംഡ മാറും, ലാംഡ മാറുമ്പോൾ വെലോസിറ്റി മാറും. അപ്പോൾ ഒരു പ്രിസത്തിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ വൈറ്റ് ലൈറ്റ് എയറിലൂടെ വരുന്നോ, എയറിലൂടെ എല്ലാവരും ഒരേ വേവ് ലെങ്ത്തിലാണ് സഞ്ചരിക്കുക, ഒരേ വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുക. വേവ് ലെങ്ത് വിൽ ബി ഡിഫറെൻറ്റ്, ഒരേ വെലോസിറ്റിയാണ് സഞ്ചരിക്കുക. പക്ഷേ മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ദി വെലോസിറ്റി വിൽ ബി ഡിഫറെൻറ്റ്, വേവ് ലെങ്ത് ഓൾസോ വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിൽ കടന്നു വരുന്നു, ദി വെലോസിറ്റി ഓൾസോ വിൽ ബി ഡിഫറെൻറ്റ്. അങ്ങനെ വരുമ്പോൾ ദേ വിൽ സ്പ്ലിറ്റ് ഇൻ ടു കമ്പൗണ്ട് കളേഴ്സ്. സോ ഇത്രയൊക്കെ പഠിച്ചാൽ മതി, കാരണമൊന്നും പഠിക്കൊന്നുമില്ല. നമുക്ക് ആകെ ഒരു പരീക്ഷ 2 ചോദ്യങ്ങളേ ഉള്ളൂ, എൻട്രൻസിലായാലോ. ലൈറ്റ് ഒരു പ്രിസത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദി കമ്പോണൻറ്റ് കളേഴ്സ് വിൽ സ്പ്ലിറ്റ്. ദിസ് ഈസ് ഡ്യൂ ടു ദി വെലോസിറ്റി ഡിഫറൻസ് ഓഫ് ദി കളേഴ്സ് ഇൻ മീഡിയം. ഇൻ എയർ or in vacuum, different colors are moving with the same velocity, but in medium different colors are with different energy and different velocity. Okay, different velocity. So they will split into component colors. So as it comes out, we will get a colored spectrum. ഒരു കളർ പാറ്റേൺ കിട്ടുന്നു. ആ പാറ്റേണിനെ എന്ത് വിളിക്കുന്നു? സ്പെക്ട്രം എന്ന് വിളിക്കുന്നു. That color pattern is called spectrum. Violet bends more and R is on outside. വയലറ്റിനാണ് കൂടുതൽ ബെൻഡിങ് വരിക, ആൻഡ് റെഡ് വിൽ ബി ഓൺ ദി ഔട്ടർ എഡ്ജ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ ഇപ്പോൾ ഡിസ്പേർഷന് കാരണം ചോദിച്ചാൽ വെലോസിറ്റി ഡിഫറൻസ്. ആരാണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ വയലറ്റാണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്. വയലറ്റാണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്. റെഡ് ഈസ് ദി ലീസ്റ്റ്. ഓക്കെ, റെഡിനാണ് ആർക്കാണ് വെലോസിറ്റി കൂടുതൽ? വെലോസിറ്റി ഓഫ് റെഡ് is greater than the velocity of violet. So delta for red, delta for violet is greater than the delta for red. Okay, ഇത്രയും കാര്യങ്ങൾ അതിൽ മതി. ഇനി പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ആംഗുലർ ഡിസ്പേർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ആംഗുലർ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കളറ്, 2 കളറുകൾ ഡിസ്പേഴ്സ്ഡ് ആവുക, പങ്കുവയ്ക്കുക. സോ വിത്ത് എ കോമൺ റെഫറൻസ് ഹൗ മച്ച് ആംഗിൾ ദേ ആർ മേക്കിംഗ്, ദാറ്റ് ഇസ് കോൾഡ് ദി ആംഗുലർ ഡിസ്പേർഷൻ. അപ്പോൾ ആംഗുലർ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി നമുക്കിങ്ങനെ പറയാൻ പറ്റും, ദി ഡീവിയേഷൻ ഇൻ വയലറ്റ് മൈനസ് ഡീവിയേഷൻ ഇൻ റെഡ് is called the angular dispersion. Angular dispersion equals the deviation of violet minus deviation of red. ഇതിൻ്റെ വ്യത്യാസം രണ്ടുപേരും നമ്മളിവിടെ ഒരു കോമൺ റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നാക്കെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. സോ ഇവരുണ്ടാക്കുന്ന ഒരു കോമൺ റെഫറൻസിൽ നിന്ന് എങ്ങനെ കോമൺ റെഫറൻസ് വരച്ചാൽ ഇവരുണ്ടാക്കുന്ന ആംഗിൾ ഇത് ഏതെടുത്താലും മതി. നമുക്കിത് മാത്രമേ പഠിക്കാനുള്ളൂ. വാട്ട് ഈസ് ദി ആംഗുലർ ഡിസ്പേർഷൻ? ആംഗുലർ ഡിസ്പേർഷൻ ഇസ് ദി ഡീവിയേഷൻ വയലറ്റ് മൈനസ് ഡീവിയേഷൻ, ആറിനെ വിളിക്കുന്ന പേരാണ്. ഒരു വാക്കുകൂടി പഠിക്കാൻ, ഡിസ്പേഴ്സീവ് പവർ. ഡിസ്പേഴ്സീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഡെൽറ്റ വി മൈനസ് ഡെൽറ്റ ആർ ബൈ ദി മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ എങ്ങനെ കാണും? ഡി ഈക്വൽസ് ഡെൽറ്റ വി പ്ലസ് ഡെൽറ്റ ആർ ബൈ 2, ഡീവിയേഷൻ്റെ ആവറേജ്. സോ ഡിസ്പേഴ്സീവ് പവർ ഓഫ് 2 കളറുകളുടെ ഡിസ്പേഴ്സീവ് പവർ, ഏത് 2 കളറിനും ചോദിക്കാത്തതുപോലെ ഡിസ്പേഴ്സീവ് പവർ ഓഫ് 2 കളേഴ്സ് ഇങ്ങനെ എഴുതും, delta 2 minus delta 1 divided by delta, average delta. That is called dispersive power of 2 colors. ചിലപ്പോൾ ആവറേജ് എടുക്കേണ്ടി വരില്ല. വയലറ്റും റെഡ് ആണെങ്കിൽ ആവറേജ് വന്ന് ഗ്രീൻ ആണ്, ഗ്രീനിൻ്റെ ഡിസ്പേർഷനാണ് ആവറേജ് ഡിസ്പേർഷൻ. അപ്പോൾ ഡിസ്പേർഷൻ ഓഫ് വയലറ്റ് ബൈ ഡിസ്പേർഷൻ ഓഫ് ഡീവിയേഷൻ ഓഫ് വയലറ്റ് മൈനസ് ഡീവിയേഷൻ ഓഫ് റെഡ് ബൈ ഡീവിയേഷൻ ഓഫ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ഇൻ ദാറ്റ് വേ യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്. ഇതിന് പകരം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചും വേണമെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ ഡിസ്പേഴ്സീവ് പവർ ഈക്വൽസ് mu of violet minus mu of red by mu minus 1 എന്ന് വരും ഫോർമുല. mu of violet minus mu of red by mu minus 1, where mu is the average refractive index. ഒരു ചോദ്യം കൂടിയാണ് ഇതിലുള്ളത്. ഈ കളറുകളെ we can combine two prisms without any color എന്താണ് without the dispersion. ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ കളറുകൾ സ്പ്ലിറ്റായി പോകുന്നു, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഡിസ്പേർഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ബൈ സ്യൂട്ടബിളി സെലക്ടിങ് ടു പ്രിസംസ്. ഒരു പ്രിസം ഇങ്ങനെ വെക്കുന്നു. ഈ പ്രിസം ഇവിടേക്ക് എത്തുമ്പോൾ പതുക്കെ ഡിസ്പേർഷൻ നടത്തി ഇങ്ങോട്ട് വരും. ഇതിനെ ഞാൻ മറ്റൊരു പ്രിസത്തിലേക്ക് കടത്തിവിടുന്നു, ഒരു ഇൻവെർട്ടഡ് പ്രിസത്തിലേക്ക് കടത്തിവിടുന്നു. ഇൻവെർട്ടർ ഇവിടെ അപ്രൈറ്റ് പ്രിസം ഡിസ്പേർഷൻ ഉണ്ടാക്കിയെങ്കിൽ അവിടെ അത് തിരിച്ച് ചെയ്യും. അപ്പോൾ ഈ കളർ വീണ്ടും ഇങ്ങനെ വന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ സിംഗിൾ കളറായിട്ട് പുറത്തേക്ക് വരും. ആക്ച്വലി ഇത് രണ്ടും കമ്പൈൻ ചെയ്യല്ല ചെയ്യുന്നത്. ഈ ഡിസ്പേർഷൻ ഇല്ലാണ്ടാക്കിയിട്ട് ഇതേ കംസ് എസ് പാരലായിട്ട് വന്നാൽ നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ പറ്റില്ല. സോ വിൽ ഫീൽ എസ് വൈറ്റ് കളർ. ഇവിടുന്ന് വൈറ്റ് ലൈറ്റ് വിട്ടാൽ ഇവിടെ കളേർഡ് വരും, ഇവിടെ വരും. സോ ദി കണ്ടീഷൻ വേണമെങ്കിൽ ഓർത്തിരിക്കാം, ദാറ്റ് ഈസ് A1/A2. ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. A1/A2 ഈക്വൽസ് mu2 minus 1 by mu1 minus 1. This is the condition for no dispersion. Deviation but no dispersion. Okay? No dispersion ഉള്ള മാത്തമാറ്റിക്കൽ കണ്ടീഷൻ. ഇത് എൻട്രൻസിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ബോർഡ് എക്സാമിനേഷന് പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടില്ല. ഈ കൺസെപ്റ്റ് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പ്രിസത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി കുറച്ച് നാച്ചുറൽ ഫിനോമിന ആണുള്ളത്, കുറച്ച് കാര്യങ്ങൾ ദാറ്റ് ഐ വിൽ ഡു ഇൻ ടുമാറോ. നാച്ചുറൽ ഫിനോമിന മീൻസ് ഹൗ ദി റെയിൻബോ ഇസ് ഫോമിങ്, വാട്ട്സ് ദി കളർ ഫോർമേഷൻസ്, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങൾ. ഓക്കെ, സോ ഹോപ്പ് യു സ്റ്റഡി വെൽ. ബൈ. നെക്സ്റ്റ് ടോപ്പിക് വെച്ച് സ്റ്റഡി അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രോമാറ്റിക് അബറേഷൻ. ക്രോമാറ്റിക് അബറേഷൻ എന്താണ്? ഈ ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്രോമോ കളർ, ഒരു കളർ അബറേഷൻ. നമ്മളിപ്പോൾ നേരത്തെ കണ്ടു, വെൻ ലൈറ്റ് പാസസ് ത്രൂ എ പ്രിസം ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു കളേഴ്സ്. വൈ? ഒരു തിക്ക് മീഡിയത്തിലൂടെ ലൈറ്റ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്യുന്നു, കളർ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, കമ്പോണൻറ്റ് കളേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നു, കളർ ഫോർമേഷൻ ഉണ്ടാകുന്നു. But this will make a lot of problems. In prism our aim is to split it. But if you are using a lens, നമുക്ക് ഒരു ലെൻസ് ഉപയോഗിക്കുന്നു. ലെൻസ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഉപയോഗിക്കണം. ലെൻസിൻ്റെ ഈ അപ്പർ പാർട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രിസം, ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രിസം അല്ലേ? അല്ലെങ്കിൽ സെൻറ്റർ പാർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും വി ക്യാൻ സേ ദിസ് ഈസ് എ പാർട്ട് ഓഫ് എ പ്രിസം. സോ എ ലെൻസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ സ്ലൈസസ് ഓഫ് പ്രിസം. സോ വെൻ ലൈറ്റ് പാസസ് ത്രൂ, നമ്മൾ ഈ ലെൻസ് ഉപയോഗിച്ച് ഒരു ഓബ്ജക്റ്റിനെ കാണുന്നു, in camera, in telescope, in microscope, everywhere we are using it. In telescopes we are using very large aperture prisms, lenses. So as light passes through it, we can't say that all colors are focusing at a particular point. ലെൻസിൻ്റെ ഉള്ളിൽ വെച്ച് കളറുകൾ സ്പ്ലിറ്റ് ആവാൻ തുടങ്ങും. സോ violet and red will converge in different points. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് സ്ലൈറ്റ്ലി കളേർഡ് ആകും. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിക് അബറേഷൻ. എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ക്രോമാറ്റിക് അബറേഷൻ? ലെൻസസ് പ്രിസത്തിൻ്റെ ചെറിയ സ്ലൈസസ് ആയിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ ലെൻസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് ക്രോമാറ്റിക് അബറേഷൻ അല്ലെങ്കിൽ ഡിസ്പേഴ്സിന് വിധേയമാകുകയും ഇമേജിലെ ഒരു കളർ ഫോർമേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ഓക്കെ, സോ വെൻ ലൈറ്റ് പാസസ് ത്രൂ എ ലെൻസ് there may be dispersion, and due to dispersion the different colors will focus at different points, and so there will be a distortion or a blurredness of the image, color formation of the image, unwanted color formation of the image. This is known as the chromatic aberration. ഈ chromatic aberration ഒഴിവാക്കാനായിട്ട് ഒന്ന് രണ്ട് മെത്തേഡ് ഉള്ളത്. ഒന്ന് തിൻ ലെൻസസ് ഉപയോഗിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് തിക്ക് ലെൻസസ് യൂസ് ദി തിൻ ലെൻസസ്,
That is one method. Specially designed lenses ഉപയോഗിക്കുക. അത് എപ്പോഴും പറ്റിയെന്ന് ഒന്നും വരില്ല. ചില സമയത്ത് we want the thick lens. രണ്ടാമതൊന്ന് by proper combinations of lenses. നേരത്തെ പ്രിസത്തിൻ്റെ കോമ്പിനേഷൻ കൊണ്ട് ഡിസ്പേർഷൻ കളഞ്ഞ പോലെ പ്രിസത്തിൻ്റെ ലെൻസുകളുടെ പ്രോപ്പർ കോമ്പിനേഷനിൽ we can make, that means the aberration is to be, can be, dispersion can be cancelled. അപ്പോൾ നമ്മൾ അതിനെ അക്രോമാറ്റിക് ഡബ്ലെറ്റ് എന്ന് വിളിക്കുന്നു. അക്രോമാറ്റിക് ഡബ്ലെറ്റ്, രണ്ട് ലെൻസുകൾ പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്ത്, പ്രോപ്പർലി സെലക്റ്റഡ് ലെൻസസ് കമ്പൈൻ ചെയ്ത് ക്രോമാറ്റിക് അബറേഷൻ ഒഴിവാക്കാൻ പറ്റും. അത്തരത്തിലൊരു യൂണിറ്റിനെ, കമ്പൈൻഡ് യൂണിറ്റിനെ അക്രോമാറ്റിക് ഡബ്ലെറ്റ് എന്നൊരു പേരിൽ നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ദെൻ മറ്റൊരു പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുള്ളത് ദി നാച്ചുറൽ ഫിനോമിനാസ് ഓഫ് ദി ലൈറ്റ്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് സ്പെഷ്യലായിട്ട് NCERT സിലബസ് പറയുന്നത്. ഒന്ന് ദി ഫോർമേഷൻ ഓഫ് റെയിൻബോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, മനോഹരമായ മഴവില്ല് റെയിൻബോ, മൾട്ടി കളേർഡ്. അല്ല, ആദ്യത്തെ ചോദ്യം റെയിൻബോയുടെ കളർ ഫോർമേഷൻ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ പറയും റെയിൻബോ മീൻസ് ജസ്റ്റ് ലൈക്ക് ദിസ്, ദി വയലറ്റ് ഇൻസൈഡ് ആൻഡ് റെഡ് ഔട്ട്സൈഡ് അല്ലേ, വയലറ്റ് ഇൻസൈഡ് റെഡ് ഔട്ട്സൈഡ്. ഇതിങ്ങനെ വളഞ്ഞു നിൽക്കുന്നു. വളഞ്ഞു നിൽക്കാനുള്ള കാരണം ഇത് കുറേ അകലെ കാണുമ്പോൾ ഹൊറൈസണിൽ ഇത് കാണുമ്പോൾ വളഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ്. ഹൊറൈസൺ ഈസ് ഗ്രാജ്വലി ഇങ്ങനെ ഇങ്ങനെ മടങ്ങിപ്പോകുന്ന വളഞ്ഞിരിക്കുന്ന സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് മഴവില്ലിന് വളവൊന്നുമില്ല. വി ഫീൽ സോ. പക്ഷെ എപ്പോഴും വയലറ്റും റെഡ് ഇങ്ങനെ തന്നെയാണോ? പരീക്ഷ ചോദിച്ചുള്ള ചോദ്യമാണ്. അല്ല, മഴവില്ല് രണ്ട് തരമുണ്ട്. വൺ ഈസ് കോൾഡ് ദി പ്രൈമറി റെയിൻബോ. പ്രൈമറി റെയിൻബോ അതാണ് നമ്മൾ അധികം കാണുന്നത് ആകാശത്തോ അല്ലെങ്കിൽ ഈ ഫൗണ്ടനുകളുടെ അവിടെയൊക്കെ കാണുമ്പോൾ പ്രൈമറി റെയിൻബോ. And there is another rainbow called secondary rainbow. In secondary rainbow, the red is inner and violet is outside, just opposite of it. Primary rainbow, secondary rainbow. എങ്ങനെയാണ് റെയിൻബോ ഉണ്ടാകുന്നത്, പ്രൈമറി റെയിൻബോ ഉണ്ടാകുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് കണ്ടീഷൻസ്? ഇത്രയ്ക്കത് ചോദിക്കുള്ളൂ, നോ പ്രോബ്ലംസ്. രണ്ട് കണ്ടീഷനാണ് റെയിൻബോ ഉണ്ടാകാനായിട്ട് വേണ്ടത്. രണ്ട് കണ്ടീഷൻ. ഒന്ന്, സൺ മസ്റ്റ് ഷൈൻ അവർ ബാക്ക്ഗ്രൗണ്ട്. വെറുതെ സൂര്യൻ ഉണ്ടായ പോലെ നല്ല സൂര്യൻ്റെ നല്ല വെളിച്ചം ഉണ്ടാകണം. സൺലൈറ്റ് മസ്റ്റ് ബി ഷൈനിങ് സൺ ബിഹൈൻഡ് ഓഫ് us. ഒബ്സർവറുടെ പിന്നിൽ ഷൈനിങ് സൺ ഉണ്ടാകണം. ഒരാൾ റെയിൻബോ നോക്കുമ്പോൾ പിന്നിൽ ഷൈനിങ് സൺ ഉണ്ടാകണം. വെറുതെ സൂര്യൻ കണ്ട പോലെ നല്ല വെളിച്ചം ഉണ്ടാകണം. മുൻവശത്ത് വാട്ടർ മോളിക്യൂൾ ഉണ്ടാകണം. ഒന്നുകിൽ മഴ പെയ്യുകയോ അല്ലെങ്കിൽ മഴക്കാറുണ്ടാകുകയോ ഉണ്ടാക്കണം. The atmosphere must be rich in water content. എന്താണ്? In my front there must be rich water content in the atmosphere and in my back there must be the shining sun. അങ്ങനെ ഉണ്ടായാലാണ് ഇത് സംഭവിക്കുക. This is the condition for rainbow. മഴ പെയ്യുന്ന സമയത്ത് റെയിൻബോ കാണാനുള്ള സാധ്യത കുറവാണ്. മഴ പെയ്യുകയല്ല വേണ്ട, അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടൻറ്റ്, വാട്ടർ മോളിക്യൂൾസ് നിൽക്കണം. ജസ്റ്റ് ബിഫോർ ദി റെയിനിങ് അല്ലെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ ദി റെയിനിങ് ദർ വിൽ ബി ദി വാട്ടർ കണ്ടൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ, ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നു. ഫൗണ്ടനുമേ സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ടർ സ്പ്രേമേ സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദി ഷൈനിങ് കളേഴ്സ് ജസ്റ്റ് ലൈക്ക് ദി റെയിൻബോ. അപ്പോൾ അവിടെയും നമ്മുടെ മുന്നിൽ വാട്ടർ മോളിക്യൂൾസ്, പിന്നിൽ സൺഷൈനിങ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫസ്റ്റ് വി ക്യാൻ ഗോസ് ത്രൂ ദി പ്രൈമറി റെയിൻബോ. പ്രൈമറി റെയിൻബോ ഉണ്ടാകുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ, അറ്റ്മോസ്ഫിയറിലൊരു വാട്ടർ മോളിക്യൂളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ്, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും റെയിൻബോ കാണാത്തത്. എന്തുണ്ടാകുന്നു? ഇതിൽ സൺലൈറ്റ് വന്ന് വീഴാണ്. സൺലൈറ്റ് ഇവിടെ വന്ന് വീഴുമ്പോൾ സൺലൈറ്റ് അണ്ടർഗോ റിഫ്രാക്ഷൻ. വാട്ടർ മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്സിൻ്റെ അകത്തേക്ക് സൺലൈറ്റ് കടന്നു. മോളിക്യൂൾ ഞാൻ പറയുന്നില്ല, വാട്ടർ ഡ്രോപ്സ്. വാട്ടർ ഡ്രോപ്സിൻ്റെ അകത്തേക്ക് സൺലൈറ്റ് കടക്കുന്നു. So the angle of incidence is above the critical angle. Angle of incidence above the critical angle, the light gets inside. ഇവിടെ വെച്ച് light splits into two colors. The light is split into its component colors. Sunlight ആണ്, white light ആണ്, component colors split ചെയ്യുന്നു പതുക്കെ. ഒരു ബെൻഡിങ് ഉണ്ടാകും. അങ്ങനെ ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ എത്തുന്നു. If the angle of incidence is greater than the critical angle, if the angle of incidence is greater than the critical angle, the light can't get outside. Then light undergoes a total internal reflection.
ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ലൈറ്റും മോളിക്കുലർ ഡ്രോപ്പിൻ്റെ ട്രാവൽ ചെയ്യുന്നതോറും അതിൻ്റെ ഡിസ്പേർഷൻ കൂടി വരും, വൈഡൻ ആയിക്കൊണ്ടിരിക്കും. ഇവിടെ വെച്ച് ഈ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ലെസ് ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ, ലൈറ്റ് വിൽ കം ഔട്ട്. ഒരു ബെൻഡിങ്ങോടുകൂടി ലൈറ്റ് ഇങ്ങോട്ട് വരുന്നു. ആൻഡ് വി ക്യാൻ വ്യൂ ഇറ്റ് ഫ്രം ഹിയർ. We can view it from here. Okay, and it is noted that the angle formation must be 40 degrees and 42 degree. If the angle formation is 40 degree and 42 degree, we can see the color formations. Okay, മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കുന്നു? രണ്ട് റിഫ്രാക്ഷൻ, അതൊക്കെയാണ് ചോദിക്കാറ്. പ്രൈമറി റെയിൻബോയിൽ രണ്ട് റിഫ്രാക്ഷൻ, ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. രണ്ട് റിഫ്രാക്ഷനും ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ പ്രൈമറി റെയിൻബോ ഉണ്ടാകുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഈ നമ്പർ ഒന്നും ഓർത്തിരിക്കുന്നതിൽ ഒരിക്കലും ചോദിക്കൊന്നുമില്ല. ആകെ ചോദിക്കുന്നത് എത്രയാണ്? എങ്ങനെ റെയിൻബോ ഉണ്ടാകുന്നു? സൺലൈറ്റ്, ഇഫ് ഇറ്റ് ഹാപ്പൻസ് ടു ഗെറ്റ് ഇൻസൈഡ് എ വാട്ടർ ഡ്രോപ്പ്, എപ്പോഴും ഉറപ്പുള്ള കാര്യം നല്ല കേട്ടോ, ഹാപ്പൻ ടു ബി ഇൻസൈഡ് എ വാട്ടർ ഡ്രോപ്പ്. അപ്പോൾ വാട്ടർ ഡ്രോപ്പ് കണ്ടമാനം ഉണ്ടാകണം, അതാണ് റിച്ച് ഇൻ വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ഡ്രോപ്സ് കണ്ടമാനം ഉണ്ടാകണം. ആ വാട്ടർ ഡ്രോപ്സിനകത്ത് സൺലൈറ്റ് കിടക്കുന്നു. ഇഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അറ്റ് ദിസ് സ്റ്റേജ് ഈസ് ഹയർ ദാൻ ദി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ദി ക്രിട്ടിക്കൽ ആംഗിൾ, ലൈറ്റ് തിരിച്ചു പോരുന്നു. അങ്ങോട്ട് കിടക്കാൻ പറ്റാതെ കുറേയൊക്കെ അങ്ങോട്ട് കിടക്കും, കിടക്കാൻ പറ്റാതെ വരുന്ന ലൈറ്റ് തിരിച്ചു പോരുന്നു. തിരിച്ചു പോരുന്ന ലൈറ്റ് ഇവിടെ വെച്ച് പുറത്ത് കിടന്ന് നമ്മൾ കാണുന്നു. സോ വി വിൽ സീ ദി കളേഴ്സ്. ഹൊറൈസണിൽ കാണുമ്പോൾ വിൽ ഫീൽ ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ ബോ, വിൽ ഫീൽ ഇറ്റ് സോ. ഓക്കെ, ദെൻ അതായത് നമ്മുടെ ഐസൈറ്റിൻ്റെ പ്രശ്നമാണ്. കണ്ണിങ്ങനെ കുറേ അകലേക്ക് പോകുമ്പോൾ നമുക്കിങ്ങനെ ചെരിഞ്ഞ് കാണുന്ന പോലെ നമുക്ക് തോന്നുന്നു. ദിസ് ഈസ് ദി പ്രൈമറി റെയിൻബോ. യെസ്, അടുത്തത് സെക്കൻഡറി റെയിൻബോ. സെക്കൻഡറി റെയിൻബോ എന്ന് പറയുമ്പോൾ സംടൈംസ് അവിടെ രണ്ട് റിഫ്ലക്ഷനും രണ്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും നടന്നു കഴിഞ്ഞാൽ, അത് നടക്കുന്ന ചാൻസ് വന്നാൽ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, we will get another type of image which we call as the secondary rainbow. ഇവിടെ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ദി സൺലൈറ്റ് കംസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഇത് സാധാരണ അപ്പർ സ്കൈലാണ് ഉണ്ടാകുക. ആൻഡ് റയർ, ഇറ്റ് ഈസ് വെരി റയർ ടു സീ. സാധാരണ റെയിൻബോകളൊക്കെ പ്രൈമറി റെയിൻബോളാണ്. അതിന് കുറച്ച് മുകളിലായിട്ട് സെക്കൻഡറി റെയിൻബോ, കുറച്ചൊരു ഉയരങ്ങളിലാണ് കാണുക. സൺലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന സൺലൈറ്റ്, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നോർമലി ഗെറ്റ് ഇൻസൈഡ് ആൻഡ് സ്പ്ലിറ്റ്സ് ഇൻ ടു ടു കളേഴ്സ്. രണ്ട് കളറുകളായിട്ട് മുറിയുന്നു. ഈ മുറിഞ്ഞ കളേഴ്സ് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു. വീണ്ടും ഇവർ ഇവിടെ എത്തുമ്പോൾ അഗെയിൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ അവർക്ക് അവിടെ വെച്ചും പുറത്ത് കിടക്കാൻ പറ്റില്ല. അവിടെ വെച്ചും പുറത്ത് കിടക്കാൻ പറ്റാണ്ടാകുമ്പോൾ അവർ വീണ്ടും ഇവിടേക്ക് വരും. അഗെയിൻ ദേ കംസ് ടു ദി അനദർ ഫേസ്. അവിടെ വെച്ച് അവർ പുറത്ത് കിടക്കുന്നു എന്ന് കരുതുക. ഇവിടെ നിൽക്കുന്ന ഒരു ഒബ്സർവർ ഇത് കാണുന്നു, ഇവിടെ നിൽക്കുന്ന ഒരു ഒബ്സർവർ ഇത് കാണുന്നു. ഓക്കെ, ദെൻ ദിസ് ഈസ് ദി സെക്കൻഡറി റെയിൻബോ. അപ്പോൾ രണ്ട് റിഫ്ലക്ഷൻ കഴിയണം, അങ്ങനെ സംഭവിക്കണം. ഒപ്പം വരുന്ന രണ്ട് റിഫ്ലക്ഷൻ, ടോട്ടൽ റിഫ്ലക്ഷനും രണ്ട് റിഫ്രാക്ഷനും കഴിയുമ്പോൾ എൻ്റെ എനർജി ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇറ്റ് ഇസ് വെരി റയർ ടു സീ. Then we will see the secondary rainbow. Secondary rainbow പ്രത്യേകത എന്താണ് പറഞ്ഞത്? സെക്കൻഡറി റെയിൻബോയ്ക്ക് റെഡ് വിൽ ബി ഇന്നർ, റെഡ് ലൈറ്റ് വിൽ ബി ഇന്നർ. പ്രൈമറി, അതായത് ഇവിടെ ഓരോ സ്ഥലത്തുനിന്ന് മാറുന്നുണ്ടോ. നേരത്തെ ഒരു ടോട്ടൽ റിഫ്ലക്ഷൻ ഇപ്പോൾ ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തുള്ളൂ. ഇവിടെ രണ്ട് പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ once more it gets inverted. So this is the secondary, and in the primary rainbow the violet inside and red outside. രണ്ട് കാര്യങ്ങളിൽ ഇത്രയും പഠിക്കുന്നുണ്ടോ? സ്കെച്ച് തരൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. ഹൗ മച്ച് ഇത് സെക്കൻഡറി റെയിൻബോയ്ക്ക്. പ്രൈമറി റെയിൻബോയ്ക്ക് നേരത്തെ പറഞ്ഞ് 2R and 1TF. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കൺസെപ്റ്റ് സ്കാറ്ററിങ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സ്കാറ്ററിങ്ങിലെ സ്കാറ്ററിങ് എന്നതാണ് തട്ടിത്തെറിക്കുക, അല്ലെ, തെറിച്ച് പോകുക, സ്കാറ്റർ ചെയ്ത് പോകുക. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് പാർട്ടിക്കിൾസ് വെൻ ട്രാവൽ എ ലാർജ് ഡിസ്റ്റൻസ് ഓർ ആസ് ഇറ്റ് മൂവ്സ്
some light particles begin to scatter off. അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾ തട്ടിയിട്ട് അല്ലെങ്കിൽ എവിടെയാണ് പോകുന്ന വഴിക്കുള്ള മീഡിയത്തിലെ പാർട്ടിക്കിളുമ്പോൾ തട്ടിയിട്ട് അത് കുറച്ച് പാർട്ടിക്കിൾസ് തെറിച്ചു പോകുന്ന ഒരു രംഗം ചിലപ്പോൾ കാണാറുണ്ട്. പെട്ടെന്ന് സംഭവിക്കുന്നൊന്നല്ല, തെറിച്ചു പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിസിബിൾ ലൈറ്റിൽ, അതായത് ഒരു ലൈറ്റ് ഇങ്ങോട്ട് വരുന്നോ, സൺലൈറ്റ് ഇങ്ങോട്ട് വരുന്നു എന്ന് കരുതുക. ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദി അറ്റ്മോസ്ഫിയർ ഫോർ എ ലാർജ് ഡിസ്റ്റൻസ്, സം ഓഫ് ഇറ്റ്സ് മോളിക്യൂൾസ് മേ ബി, ലൈറ്റ് പാർട്ടിക്കിൾസ് മേ ബി സ്കാറ്റേർഡ് ഓഫ്. അപ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് ബാക്കിയുള്ളവരാണ്. അപ്പോൾ ആസ് വെൻ ലൈറ്റ്, അപ്പോൾ എന്താണ് സ്കാറ്ററിങ്? വെൻ ലൈറ്റ് പാസസ് ത്രൂ എ മീഡിയം, സം ഓഫ് ഇറ്റ്സ് പാർട്ടിക്കിൾസ് വിൽ ബി മൂവ്ഡ് ഔട്ട് ഓഫ് ദി ട്രാക്ക് by the collision of the medium particles inside the medium. മീഡിയത്തിലുള്ള പാർട്ടിക്കിളുമായി തട്ടിയിട്ട് ലൈറ്റ് പാർട്ടിക്കിൾ ചിലരെല്ലാം വഴിതെറ്റി അല്ലെങ്കിൽ സൈഡിലേക്ക് തെറിച്ച് പോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസീവിങ് ലൈറ്റിൽ എല്ലാ പാർട്ടിക്കിൾസും ഉണ്ടാകുകയില്ല. ഇതിനെയാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. സ്കാറ്ററിങ് രണ്ട് തരമുണ്ട്. ഒന്ന് ചെറിയ പാർട്ടിക്കിളുമുള്ള സ്കാറ്ററിങ്, മറ്റൊന്ന് വലിയ പാർട്ടിക്കിളുള്ള സ്കാറ്ററിങ്. ചെറിയ പാർട്ടിക്കിളുമ്പോൾ തട്ടിയുണ്ടാകുന്ന സ്കാറ്ററിങ്, ദാറ്റ്സ് കോൾഡ് റാലി സ്കാറ്ററിങ്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. റാലി സ്കാറ്ററിങ്, ലോർഡ് റാലിയാണ് അതിൻ്റെ ഫോർമുല കണ്ടുപിടിച്ചിരിക്കുന്നത്. പുള്ളി പറയുന്നു, അക്കോർഡിംഗ് ടു ലോർഡ് റാലി, ദി സ്കാറ്ററിങ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/4 ഓഫ് ദി ലാംഡ. എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കൂടുന്തോറും സ്കാറ്ററിങ് കുറയും, അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞവർക്കാണ് ഹൈ സ്കാറ്ററിങ്. ഇത് സംഭവിക്കുന്ന എവിടെയാണ്? ഓൺ ടൈനി പാർട്ടിക്കിൾസ്. അറ്റ്മോസ്ഫിയറിലുള്ള ടൈനി പാർട്ടിക്കിൾസിനെ തട്ടിയിട്ടാണ് സംഭവിക്കുന്നത്, ചെറിയ പാർട്ടിക്കിൾ. റാലി സ്കാറ്ററിങ്. ഓക്കെ, അത് ഒരു സ്റ്റെപ്പ് കൂടി പഠിച്ചു നോക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകുന്നത്? ആരാണ് ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്ത് പോകുക? സൺലൈറ്റ് എന്ന് വരുമ്പോൾ വയലറ്റ്, ബ്ലൂ, ഇൻഡിഗോ ഇവരൊക്കെ വേവ് ലെങ്ത് കുറഞ്ഞവരാണ്. സോ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്ന് പറയുന്ന കളറുകളൊക്കെ പെട്ടെന്ന് സ്കാറ്റർ ചെയ്ത് പോകും. യെല്ലോ, ഓറഞ്ച്, റെഡൊക്കെ ലീസ്റ്റ് സ്കാറ്ററിങ് ആണ്. പഠിക്കേണ്ട അടുത്ത ചോദ്യമാണ്. അവർക്ക് സ്കാറ്ററിങ് കുറവാണ്, അവരങ്ങനെ വഴിതെറ്റി പോകുന്നില്ല, അവരിത്തിരി പവർഫുള്ളാണ്, വേവ് ലെങ്ത് കൂടിയവരാണ്. അവർ നേരെ ഇങ്ങോട്ട് വരും. വേവ് ലെങ്ത് കൂടുന്നവരും സ്കാറ്ററിങ് ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതെവിടെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന 1-2 രംഗങ്ങൾ കൂടി പഠിച്ചിരുന്നാൽ നല്ലതാണ്. ഒരെണ്ണം എൻസിആർടി ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്, വേറൊരെണ്ണം കൂടി നമുക്ക് പറയാം. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ് സൺ അതിന് ഇത്ര ഭംഗിയായിട്ട് കളറുകൾക്ക് കാരണം എന്താണ്? അവിടെയും ഇതേപോലെ തന്നെയാണ് പറയുന്നത്. ഞാൻ ഭൂമിയുടെ സർഫസ് നോക്കുമ്പോൾ സൂര്യരശ്മികൾ ഇവിടെ സെറ്റിംഗ് സണ്ണിൻ്റെ റേസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വഴി കുറേ കൂടുതൽ വേണം. ഉച്ചനേരത്ത് സൺ ഇവിടെ വരുമ്പോൾ അത്ര ട്രാവൽ ചെയ്യുന്നില്ല. റേസിംഗ് സൺ ആൻഡ് സെറ്റിംഗ് സൺ, ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് വെരി മച്ച്. ആസ് ഇറ്റ് കംസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാ വൈറ്റ് ലൈറ്റ് എല്ലാ കമ്പോണൻസും ഇങ്ങോട്ട് പോരുന്നു. ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞ ബ്ലൂവിനെ പെട്ടെന്ന് സ്കാറ്റർ ചെയ്ത് പോകും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ആ ഗ്രൂപ്പൊക്കെ തെറിച്ച് പോകും സൈഡിലേക്ക്. ഓക്കെ, ദെൻ വാട്ട് വി ഈസ് ഗെറ്റിംഗ് ഈസ് വൈറ്റ് മൈനസ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. വൈറ്റ് മൈനസ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ആണ്. വെള്ളയിൽ നിന്ന് ഈ കളറൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കളർ എന്തായിരിക്കും? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ യെല്ലോ, ഓറഞ്ച്, റെഡൊക്കെ കൂടുമ്പോൾ എന്താ ഒരു ഗോൾഡൻ റെഡ് എന്നൊക്കെ നമുക്ക് വിളിക്കുക. യെല്ലോ ഈസ് ഗോൾഡൻ റെഡ് അല്ലേ? ദിസ് വിൽ ബി ഈക്വൽ ടു യെല്ലോ ഈഷ് ഗോൾഡൻ റെഡ്. ഇങ്ങനെ പല പേരിലൊക്കെ പല കളർ വിളിക്കുന്നു. അതുകൊണ്ടാണ് സെറ്റിംഗ് സണ്ണ് നമ്മൾ നോക്കുമ്പോൾ അത്ര ഭംഗിയുള്ളൊരു കളേഴ്സ് ഫോം ചെയ്യുന്നത് അല്ലേ? ഗോൾഡൻ കളറ്, യെല്ലോ കളറൊക്കെ അവിടെ കൂടുതൽ കാണാം. അതേസമയം സ്കൈ, ആകാശം നീല നിറത്തിൽ വരുന്നു. കാരണം എന്താണ്? സൂര്യരശ്മികളല്ല നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് തെറിച്ചു പോയ ബ്ലൂ കളറുകൾ അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുകയാണ്. ആ ബ്ലൂ കളർ പാറ്റേൺസ് ആണ് സൈഡിൽ കാണുന്നത്. ഓക്കെ, ആകാശത്തിൽ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് നീലാകാശം എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ മോളിലേക്ക് നോക്കുമ്പോൾ ദി സ്കൈ ഈസ് ബ്ലൂയിഷ് ഇൻ കളർ. We are saying that the sky is illuminated by the sunlight. It is white, but why is blue? As sunlight travels towards us. നട്ടിനകത്തൊക്കെ നോക്കിയാൽ കാണില്ല. ഇവിടെ നിന്ന് ഉച്ച കഴിഞ്ഞൊരു 4 മണി നേരത്തോ 3 മണി നേരത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ബ്ലൂ കളേഴ്സ് സൈഡിലേക്ക് പോയി. ഈ ബ്ലൂ കളർ ഇവിടെ മുഴുവൻ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. സോ വെൻ വി ആർ സീയിങ് ദി സണ്ണല്ല, ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ സ്കാറ്റേർഡ് ബ്ലൂ ആണ് നമ്മൾ കാണുന്നത്. സ്കാറ്റർ ചെയ്ത് അവിടെ നിൽക്കുന്ന ബ്ലൂ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അത് കുറവുള്ളതേ നമ്മൾ കാണുന്നുള്ളൂ. മനസ്സിലായോ? ദിസ് ഈസ് വൺ എക്സാമ്പിൾ ഫോർ ദി റാലി സ്കാറ്ററിങ്.
റാലി സ്കാറ്ററിങ്. ഓക്കെ, സ്കാറ്ററിങ്ങിൽ ഒരു വെറൈറ്റിയാണ് റാലി സ്കാറ്ററിങ്. ജനറലി ഇറ്റ്സ് നോട്ട് സ്കാറ്ററിങ് അല്ലെങ്കിൽ റാലി സ്കാറ്ററിങ്. സ്കാറ്ററിങ്ങിൽ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാണ്ട്. രാമൻ ഹീസ് എ ഫേമസ് ഫെല്ലോ ഹു ഡിഡ് അല്ലേ, ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് നോബൽ സമ്മാനം കിട്ടിയ, ഫിസിക്സ് നോബൽ സമ്മാനം കിട്ടിയ, ഇന്ത്യക്കാരനായിരിക്കും നോബൽ സമ്മാനം കിട്ടിയ ഏക വ്യക്തി അങ്ങൊരു മാത്രമാണ്. അന്നും ഇന്നും സയൻസിലെ ഇന്ത്യക്ക് ഒരു നോബൽ സമ്മാനമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നോബൽ സമ്മാനം മേടിക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്തോ ഒക്കെ ആയിരിക്കും, ഔട്ട്സൈഡ് ഇന്ത്യൻസ്, NRIs. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ച്, ഇന്ത്യയിൽ വളർന്ന്, ഇന്ത്യയിൽ മരിച്ച്, ഇന്ത്യയിൽ വെച്ച് നോബൽ സമ്മാനം മേടിച്ച ഏക വ്യക്തി, സയൻസിൽ ഫിസിക്സ് നോബൽ സമ്മാനം മേടിച്ച ഏക വ്യക്തി CV രാമനാണ്. അദ്ദേഹം ഇതിൽ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഹിസ് മേജർ വർക്ക് ഈസ് ബേസ്ഡ് ഓൺ ദി റാലി സ്കാറ്ററിങ്. അതിൽ നിന്ന് പുള്ളി മറ്റൊരു കാര്യം കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് കോൾഡ് രാമൻ സ്കാറ്ററിങ്, വിച്ച് ഇസ് ഓൺ നോട്ട് ഓൺ ദി സ്കൈ, ഈസ് ഓൺ മോളിക്യൂൾസ്. ഇന്ന് മോളിക്യൂൾസിൻ്റെ അനാറ്റമി, മോളിക്യൂളിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ രാമൻ സ്കാറ്ററിങ് മാത്രമാണ് ഏറ്റവും നല്ല മെത്തേഡ്. രാമൻ്റെ ബയോഗ്രഫി അയച്ച് നൽകുകയാണ്. രാമൻ വാസ് ഫാസിനേറ്റഡ് ബൈ ദിസ് കളേഴ്സ്. ഒരിക്കൽ രാമൻ ഒരു കോൺഫറൻസിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു പണിയിലായിട്ട് കിടക്കല്ലേ, കപ്പലിൻ്റെ ഡക്കിൽ നീലാകാശം നോക്കി കിടക്കുമ്പോഴാണ് പുള്ളിക്ക് ഇങ്ങനെ തോന്നൽ വരുന്നത്, എന്തുകൊണ്ട് ആകാശം നീല നിറമായി. ആ തോന്നലിൽ നിന്നാണ് CV രാമൻ എന്നൊരു ശാസ്ത്രജ്ഞൻ ഉടലെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫോർമുല പരീക്ഷിച്ച് ചോദിക്കാറുണ്ട്, റാലി സ്കാറ്റർ. മനസ്സിലായല്ലോ? ഇത് കാണുന്ന ഒരു രംഗം നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന, ഇതൊന്നും അത്ര ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവില്ല. ഗോൾഡൻ കളർ കാണുന്നു എന്നല്ലാതെ ഒരെണ്ണം കൂടി ഞാൻ പറയാം. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും ഇല്ലാത്തതാണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ വരാനും സാധ്യതയില്ല. എന്നാലും അറിവിലേക്ക് ഈ എഴുതിയിരിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ അറിയാം, നമ്മൾ തുണികൾ കഴുകിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വൈറ്റ് ഡ്രസ്സ്, അത് കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മച്ചിമാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എൻ്റെ അമ്മച്ചിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സൂപ്പർ വൈറ്റിലൊന്ന് മുക്കിയെടുക്കും. അങ്ങനെ സാധനം ഉണ്ടല്ലേ, സൂപ്പർ വൈറ്റ്. ഈ സൂപ്പർ വൈറ്റ് പണ്ടാകുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ നീലം എന്ന് പറഞ്ഞ സാധനമാണ്, പിന്നെയാണ് സൂപ്പർ വൈറ്റ് വന്നത്. നമ്മുടെ തൃശ്ശൂർക്കാരനാണ് സൂപ്പർ വൈറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് ജ്യോതി ലബോറട്ടറീസ് ബോംബെ എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങേര് ബോംബെ ഒന്നും കണ്ടിട്ടില്ല, അങ്ങൊരു തൃശ്ശൂർ വെച്ച് കണ്ടുപിടിച്ച സാധനം സൂപ്പർ വൈറ്റ്. അതുവരെ നീലം എന്ന് പറഞ്ഞ സാധനമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, എന്തിനാണ് ഈ സൂപ്പർ വൈറ്റ് ചേർക്കുന്നത്? ഇതേ കൺസെപ്റ്റ് തന്നെയാണ്, സ്കാറ്ററിംഗ് ആണ്. ഒരു വൈറ്റ് ഡ്രസ്സ് അടുത്ത് നോക്കുമ്പോൾ വൈറ്റ് തന്നെയാണ്. അകലെ നിന്ന് കാണുന്നു അല്ലേ, ഒരു പെൺകുട്ടി വെള്ള ഡ്രസ്സ് ഇട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നത് അകലെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ, this white light has to travel to my eye. As it travels, there may be scattering. And due to scattering, blue will be violet, indigo, blue, മൂന്ന് കളറുകളും ഇതിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകും. What I am seeing is, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് മൈനസ് ദി വയലറ്റ്, ബ്ലൂ, ഇൻഡിഗോ. അതിൽ പ്രധാനപ്പെട്ട ബ്ലൂ ആണ്. വയലറ്റും ഇൻഡിഗോ ഒന്നും കണ്ണിന് അത്ര സെൻസിറ്റീവ് അല്ല, ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇത് മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന കളറ് ഒരു തരം മുഷിഞ്ഞ കളർ പോലെ ഇരിക്കും അല്ലേ, കുറച്ച് റെഡ് കൂടിയിട്ട്. അപ്പോൾ ഒരു മണ്ണിൻ്റെ കളറോ അഴുക്ക് പിടിച്ച കളറൊക്കെ പോലെ നമുക്ക് തോന്നും. സൂര്യരശ്മികൾ പോലെ ഗോൾഡൻ കളറൊന്നും വരില്ല. അത് പറഞ്ഞാൽ കുറേ ട്രാവൽ ചെയ്യണം. കുറച്ച് ബ്ലൂ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖമില്ലാത്ത വൈറ്റാണ്. നിങ്ങളെന്നെ പറയും മുഷിഞ്ഞ വൈറ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ അമ്മച്ചിമാർ സൂത്രം ചെയ്തു, ഇത് മാറ്റാനുള്ള വഴി എന്താണ്? ഇവിടെ വെച്ച് തന്നെ വൈറ്റിൻ്റെ ഒപ്പം കുറച്ച് ബ്ലൂ ചേർക്കുക. ആണ് ഈ നീലം എന്ന് പറയുന്നത്, നീല കളർ, നീലം ചേർക്കുക എന്ന് പറയുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരൻ ചേട്ടൻ കണ്ടുപിടിച്ചു, ബ്ലൂവിനേക്കാൾ നല്ലത് ആദ്യം സ്കാറ്ററി ആരാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിൽ ആദ്യം സ്കാറ്ററി ആരാണ്? വയലറ്റാണ്. അപ്പോൾ ബെറ്റർ ടു ആഡ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൂ, ബെറ്റർ ടു ആഡ് വയലറ്റ്. അപ്പോൾ എന്താ മെച്ചമുള്ളത്? ഈ ലൈറ്റ് ഇങ്ങോട്ട് നമ്മളപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കുറച്ച് വയലറ്റ് കൂടുതലുണ്ട്, വെള്ളയല്ല, കുറച്ച് വയലറ്റ് കൂടുതൽ വളരെ അടുത്ത് പിടിക്കുമ്പോൾ. ഇതിങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതിന് കുറച്ച് വയലറ്റ് പോകും. അപ്പോഴും കുഴപ്പമില്ല ചേട്ടാ, നമ്മളിത് വയലറ്റ് കൂടുതൽ ചേർത്തിട്ടുണ്ട്. കൂടുതൽ ചേർത്ത വയലറ്റ് പൊക്കോളും. നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ വൈറ്റ് അങ്ങോട്ട് ബാലൻസ്ഡ് വൈറ്റ് ആകും. എ ബ്രില്യൻറ്റ് വൈറ്റ് വിൽ ഗെറ്റ് ആണ് അതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ വെള്ള കളർ എവിടെ അടിക്കുമ്പോഴും, വീട് ചുമര് പെയിൻറ്റ് ചെയ്യുമ്പോഴും കുഴപ്പമൊന്നുമില്ല, വെള്ളം അടിക്കുമ്പോൾ പ്യുവർ വൈറ്റിൽ കുറച്ച് ബ്ലൂ ചേർക്കും വരും, അല്ലെങ്കിൽ കുറച്ച് വയലറ്റ് ചേർക്കും. സോ ദാറ്റ് വിൽ ഗെറ്റ് എ ബ്രില്യൻറ്റ് വൈറ്റ് ടു വിഷ്വലൈസ്. അപ്പോൾ ഇതൊക്കെ സ്കാറ്ററിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ലാർജ് പാർട്ടിക്കിളിലാണ് സ്കാറ്റർ ചെയ്യുന്നെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് സ്കാറ്ററിങ് ഓൺ ദി ലാർജ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ സ്മോൾ പാർട്ടിക്കിൾ ഇൻ ദി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ മോളിക്യൂൾസ് ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിലുള്ള ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾ, അതിനൊക്കെ കൂടുതലായിട്ട് ദി മോളിക്യൂൾസ്, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ഒക്കെ മോളിക്യൂൾസ്. സോ ദേ ആർ വെരി ടൈനി.
But when it passes through large molecules like water drops, then also it will scatter, and that scattering is, that scattering is independent of the wavelengths. എല്ലാ കളറും ഒരുപോലെയാണ് സ്കാറ്റർ ചെയ്യുക. അതുകൊണ്ടാണ് മഴക്കാറുള്ള സമയത്ത് സൺലൈറ്റ് മഴക്കാരിൽ കൂടെ കടന്നു വരുന്ന സൺലൈറ്റ് നമുക്ക് ബ്ലൂയിഷും ഗോൾഡനും അതെല്ലാം കാണുന്നത്, കറുത്തട്ട കാണുന്നത്. അതിന് കാരണം എന്താണ്? ആ ലൈറ്റ് മുഴുവനായിട്ട് അങ്ങോട്ട് സ്കാറ്റർ ചെയ്ത് പോയി. സോ ഇറ്റ്സ് ബ്ലാക്ക് ഇൻ കളർ. മനസ്സിലായോ? സോ ടൈനി പാർട്ടിക്കിൾസ് obeys Rayleigh's law 1 by lambda raised to 4, and if it is a large particle, scattering is equal to all particles. Okay, മനസ്സിലോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് റേ ഓപ്റ്റിക്സിൽ പഠിക്കാനുള്ളത്. 5 എപ്പിസോഡുകളിലായിട്ട് റേ ഓപ്റ്റിക്സ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം സൗകര്യം പോലെയൊക്കെ കാണുക. ഇറ്റ് കംസ് അറൗണ്ട് 5 hours. അതുകൊണ്ടാണ് 5 hours ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാനും കാണാനുള്ള വിഷമം. കാരണം ചെറിയ ടോപ്പിക്സ് ആയിട്ട് ചെയ്യുന്നു. Okay, this is a work done for the Professors Academy of ഇരിഞ്ഞാലക്കുട. അപ്പോൾ അവരുടെ സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്കിത് അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു everybody. We can see for another topic once again. Okay.